ഇതെന്ത് ഞങ്ങൾ ഈ ഇതിന്റെ തേനീച്ചയുടെ കൂട് കൊണ്ട് നടക്കണത്? സാർ അത് ഒറിജിനൽ തേനെന്ന് തെരഞ്ഞിக்கிறதுக்கு സാർ ഇതാ പാருங்க. ഞാൻ ആരാന്നറിയോ നിങ്ങക്ക്? தெரியும் சார். ആര്? நீங்க வந்து இந்த அம்மாவோட புருஷன். நல்ல லட்சணமா இருக்கு. പുരുഷൻ താനെ അതല്ല, ഞാൻ ഈ ഭക്ഷ്യസുരക്ഷാ ഓഫീസറാണ്. என்னங்க சார்? சாப்பிடலையா? ஓ அப்படிங்களா? அது பார்த்தாலே தெரியும் அந்த மாதிரி ஏதோ பிசினஸ் இருக்குன்னு. எங்க இருக்கு சார் உங்க ஹோட்டல்? சார் சாப்பிடுறது ஹோட்டல் സാപ്പിടുത്തല്ല എന്റെ ജോലി. இந்த ഭക്ഷ്യ സാധനങ്ങളെല്ലാം ചെന്ന് പരിശോധിച്ച് അതിന് കംപ്ലൈന്റ് എടുക്കാന്നാ അറസ്റ്റ് ചെയ്യും നാനെ. போலீஸா? പോലീസല്ല, അതുക്കും മേലെ. சார் சார் ஆறா இருந்தாலும் எங்களுக்கு பிரச்சனை இல்லை சார். ஒரிஜினல் தேனு டெஸ்ட் பண்ணி பாருங்க சார். ഞാൻ ഒന്ന് പാകട്ടും பாருங்க. നിങ്ങൾ ഈ തമിഴൊക്കെ എവിടുന്ന പഠിച്ചേ? ഉണ്ടാക്ക നമുക്ക് ഇതൊക്കെ ഒരു അലക്കലല്ലേ, ഞാൻ ആർക്ക് തമിഴ് അറിയുന്നത്? ഞാനൊന്ന് പരിശോധിച്ച് നോക്കട്ടെ കേട്ടോ. എന്താണ് കാണിക്കുന്നേ? വെള്ളത്തിൽ ഒഴിച്ചു വേണോ? എന്നാ சார் இது ஒரிஜினல் சார். சார் சொன்னல சார் ஒரிஜினல் தேனு சார். നോണ പറയരുത്, ഇത് പ്രശ്നം ഉണ്ടല്ലോ, ഇതെനിക്ക് പരിശോധിക്കണം. அல்ல சார் இது இப்படி അപ്പടി ഇപ്പടി ഒന്നും വേണ്ട சார். இது வந்து பேப்பர் எடுத்து அதுல இந்த தேன் ஒரு சொட்டு ஒட்டுன்னு வச்சுங்க, இப்படி முத்து மாதிரி இருக்கும், சீதம் வராது சார். അപ്പൊ എനിക്കിത് ചെക്ക് പണ്ണണോ? சரி அப்படின்னா சார் உங்களுக்கு வேணாம் சார், நாங்க போயிடலாம். അത് ലാബിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്യട്ടെ. നിങ്ങൾ ഇവിടെ വീടുകളിലൊക്കെ കൊടുത്തോ നിങ്ങള്? சார் இன்னைக்கு யாருக்கும் கொடுக்கல சார். இன்னும் இங்கதான் முதல்ல கை நட்டம். ഇപ്പൊ சொன்னതിനാലത്താ ഇങ്ങ വന്നേ. നീ മിണ്ടായി അവിടെ ഇരുന്നോ. ഈ എന്റെ തൊഴിലിൽ ഇടപെടണ്ട. ഈ എന്റെ അടുക്കളയിലെ കാര്യം നോക്കിയാൽ മതി കേട്ടോ. സാർ അവർ சொன்னது കറക്റ്റ് സാർ. ഞാൻ പാവങ്ങ സാർ. ഞാൻ ഇതെങ്ങാനും പരിശോധിച്ചിട്ട് ഇതിലെങ്ങാനും വല്ല കംപ്ലൈന്റ് ഉണ്ട് എന്ന് അറിഞ്ഞാല് അവിടെ വന്ന് ഞാൻ പൊക്കൂട്ടോ. എടുത്തു പോ. എടുക്കടി. ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഓരോ പരിപാടികളായിട്ട് ഇറങ്ങി അവിടെ വെക്കാതെ സാർ ടെസ്റ്റ് പண்றதுக்கு അവിടെ വെക്കാതെ പരിശോധിച്ചിട്ട് ഞാൻ ഒന്ന് നോക്കട്ടെ. ഞാൻ ഈ തേൻ ശരിക്കും പ്രശ്നമാണോ? വ്യാജമാണോ? നമുക്ക് അത് കണ്ടായി കണ്ടോ? ഇത് ഒറിജിനൽ തേനാണോ അല്ലേന്ന് പരിശോധിക്കാനാണ് ഞാൻ വെള്ളത്തിൽ ഒഴിച്ചത്. ഒറിജിനൽ ആണെങ്കിൽ ഇത് ഇതേമാതിരി ഇങ്ങനെ ഈ താഴ്ത്തു വന്ന് ഇങ്ങനെ സ്റ്റോർ ചെയ്യുള്ളൂ. ഡ്യൂപ്ലിക്കേറ്റ് ആച്ചാ ഇത് വെള്ളത്തിൽ കലങ്ങും. ഇത് ഒറിജിനലാണ്. ഇക്ക ആക്കി നോക്കിയപ്പോ ഞാൻ മനസ്സിലായി. ഞാൻ പിന്നെ ഒന്ന് വരട്ടാൻ വേണ്ടി ചെയ്തല്ലേ. അസലതാനാ എങ്ങനെയുണ്ട്? നിങ്ങക്ക് കാര്യങ്ങളൊക്കെ അറിയാന്നൊക്കെ അല്ലാണ്ട് ഈ കായ് എടുത്ത് വാങ്ങാൻ ഞാൻ സമ്മതിക്കും. അതല്ല ഞാൻ മേടിക്കാൻ ഈ ഒരു പൊടിക്ക് സമ്മതിക്കണില്ല. 1000 രൂപ പിന്നെ ഞാൻ ഇപ്പൊ ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ കായ് എടുത്തിട്ടാണല്ലോ മേടിക്കണത്. 4 ബോട്ടിൽ ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നില്ലേ? எங்க அந்த இடத்துல ஏதாவது துப்பு இருந்த மனுஷன மெனக்கெடுத்துருக்கு. என்ன காணிக்கிற? ஊத்து ஊத்து. பைத்தியக்காரி, நீ என்ன இந்த கூட்டு படிப்பிக்க வேண்டாம். கேட்டியா? நான் அப்பவே சொல்லில இந்த பைத்தியக்காரனை வேணாம் நீ கேட்டியா? யாரு பைத்தியக்காரன்? ஓ மாப்பிள்ளை பைத்தியக்காரன். பேசாதடா. என்ன முட்டாஜி, நான் சொன்னல பக்கத்து வீட்டுக்காரங்க தெரிஞ்சு. ஏன் இதுல மேல பேசணும் எழுத்து மூஞ்சல ஊத்திடுவல. என்ன நீ எல்லாம் கூட என்ன கலாட்டா பண்ற? ஏய் மறக்கற, நீ கூட்டுறா. பேசக்கூடாது சொல்லிருக்கேன். அப்படி ஆனாலும் இந்த மாதிரி ஏதாவது வேற வேலை பாரு. பைத்தியக்காரன் வெளியே கேட்டா என்ன தெரியுமா உனக்கு? முதுக்கா நீ ஓ வேலை பாரு. என்ன என்ன மக்கா? ஏன் நான் இந்த வேலையெல்லாம் கலந்துட்டு போவா? மூடியா இங்க இருக்குதா? സാറേ, ആ കാണുന്ന കോളനിയിലാണ് ഈ നടപടികൾ തമ്പടിച്ചിരിക്കണേ. സാറേ, ഇവിടെ ആളുകൾ വരവും പോക്കും ഉണ്ടെന്ന് തോന്നണം സാറേ. നമുക്കൊരു കാര്യം ചെയ്യാം. താൻ വണ്ടി കൊണ്ട് മാറ്റിട്ടോ, ഞങ്ങളൊന്ന് ഇറങ്ങിയിട്ട് വരാം.
எழுந்துட்டு போறி கண்ணவும் பாரு ஏன் பாரு சத்தம் போட்டுட்டு இருக்கிறது நீ முதல்ல பொண்டாட்டி ആരും വേല പാക്കുന്നില്ല. ഹലോ ഹലോ കുറച്ച് സാധനം ഉണ്ടാവോ? ആര്? കുറച്ച് സാധനം കിട്ടുവോ? സാധന ആ സാധനം തര അങ്ക ഇരുന്നാ പോത് ഇങ്ക വര വേണം. ആ, ഇപ്പൊ ശരിയാക്കി തരാം. ഇങ്ക വരാതിന് சொன்னல்ல. கிட்ட வராது പോലീസാണ് സാർ. ഇതെന്താണ് ഇത്? அது கசாயம் കസായം. இது உடம்புக்குள்ள கசாயம் ഇതെന്താടാ? ഇതെന്താടാ? പഞ്ചസാരയോ? ஆமா ஆமா എന്താടാ കഷായത്തിൽ പഞ്ചസാര? ஆமா சார் அது வந்து அந்த கசப்பு இல்ல அது மருந்துக்கு അയ്യോ സാർ அப்பா. അടിക്കാതിരിക്ക സാർ. ഞാൻ சொல்றேன் സാർ. ആ, പറ. സാർ ഇത് വന്ന് തേന് സാർ. തേനാ? തേനെന്തിനാ ചെമ്പിൽ കാച്ചണത്? அது ஒரிஜினல் தேனு எல்லாருக்கும் கொடுக்க கிடைக்காது சார், அதனால சேர்க்கறதுக்கு. சார் நிறைய மலையாளிகள் ஓடுறது வந்திருக்கு சார். ஆமா சார். സാറേ ഇത് ഫെവിക്കോളോ? ഇതെന്താടാ ഫെവിക്കോൾ? அது ஃபெவிகோல் வந்து இந்த பாத்திரம் எல்லாம் ஓட்டாயா அதை அடைக்கிறதுக்கு சார். சொல்றேன் சார். ചോദിക്കുന്നതിന് കൃത്യമായിട്ട് സമാനം പറഞ്ഞോളൂ. பாருங்க சார். இந்த ஃபெவிகோல் இதுல சேர்க்கறது எதுக்கு தெரியுங்களா? இந்த தேனு தண்ணியில ஊத்தி ஒரிஜினலான எல்லாரும் தடுக்கும்போது ஒரிஜினல் ஆறதுக்கு இது கீழே இருக்கிறதுக்காக சேர்க்கறது. എത്ര പൈസയാണ് ഒരു ബോട്ടിൽ? 300 500 சார் 500. 1500 ரூபாய் சொல்லு சார். அவசான கடைசியில நாங்க 400 ரூபாய்க்கு கொடுக்கும். கொஞ்சம் காசுக்கு கிடைக்கும்னு தெரிஞ்சிருந்த மலையாளிகள் எது வேணாலும் வாங்கிடுவேன் சார். அவரை ஏமாத்திட்டு பொழைச்சிட்டு இருக்கோம் சார். ஐயோ நான் வரல சார். സാറേ നമസ്കാരം. ആ, നമസ്കാരം. ഞാൻ ഫുഡ് സേഫ്റ്റി ഓഫീസർ കോയാണ്. സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ സാറേ ഞാൻ കുറച്ചു ദിവസം ലീവിലായിരുന്നേ, സുഖമില്ലാതെ ഹോസ്പിറ്റലായിരുന്നു. എന്തേ പറ്റി? അതെന്തോ ഫുഡ് പോയ്സൺ എന്തോട്ടെ ആയിട്ട്. ഫുഡ് ഇൻസ്പെക്ടർക്കും ഫുഡ് പോയ്സണോ? കുറുന്തോട്ടിക്ക് വാദം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ പല ടെസ്റ്റും ചെയ്യണതാണല്ലോ. അപ്പൊ എന്തോ സംഭവിച്ചെന്ന് അറിയില്ല. കുറച്ചു ദിവസം സുഖമില്ലാതെ ആശുപത്രിയിലായിരുന്നു. അവിടുന്ന് ഞാനിപ്പോ ഒന്ന് ഓഫീസിൽ വന്നുള്ളൂ. അപ്പോഴാണ് സാറിന്റെ പെട്ടെന്നുള്ള എന്തായിരുന്നു എന്തേ. അതായത് 5 വർഷമായിട്ട് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘത്തെ ഞങ്ങൾ പിടിച്ചു. അത് ഞങ്ങളുടെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ. ശരി അത് ശരി. വ്യാജത്തെ വ്യാജത്തെയോ? വ്യാജ തേനില്ലേ? തേൻ തേൻ തേന്. അതായത് ഒറിജിനൽ തേനിനെ വെല്ലുന്ന തേൻ. ഈ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാ നമുക്ക് തിരിച്ചറിയാൻ പറ്റൂല. ഓ അത് ശരി അത് ശരി. പഞ്ചസാര ലായനി നന്നായി കുറുക്കി അതൊരു തേനിന്റെ ഒക്കെ നിറത്തിൽ വരുമ്പോ അതിലേക്ക് ഇവര് ഈ ഫെവിക്കോൾ ഒഴിക്കും. ഫെവിക്കോളോ? ഫെവിക്കോള് നമ്മള് സാധാരണ ഒട്ടിക്കണ ഫെവിക്കോള്. അത് ശരി. അപ്പൊ ഈ പഞ്ചസാര ലായനിയും ഫെവിക്കോളും ചേർന്നിട്ടുള്ള മിശ്രിതമാണ് ഇവര് തേൻ എന്ന് പറഞ്ഞിട്ട് ആളുകൾക്ക് വിൽപ്പന നടത്തുന്നത്. സാറേ നമ്മള് തേന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൽ തേൻ ഒഴിക്കും. ഒറിജിനൽ തേനാണെങ്കിൽ അത് അടിയിൽ വരും. അതെ അതെ കറക്റ്റ്. ഈ തേൻ അതുപോലെ നിൽക്കും. ഇതാണ് ഇത്രയും കാലമായിട്ട് നമ്മളെ മലയാളികൾ കുടിച്ചോണ്ടിരുന്നേ അല്ലേ സാറേ? ഇനി ഇത് ഉണ്ടാക്കുന്ന സ്ഥലം കാണും. ഇങ്ങനെ ഒരു വൃത്തികെട്ട ഒരു ഏരിയ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത്രയും അഴുക്ക് പിടിച്ച ഒരു സ്ഥലമാണ് സാറേ. നമ്മൾ ഈ മലയാളികൾ എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു കഴുതകള്. കാരണം ഇക്കണ്ട കാലങ്ങളായിട്ട് ഇങ്ങനെ പല വിധത്തിലുള്ള ഇൻഫർമേഷൻ നമ്മളൊക്കെ നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷെ യാതൊരു വിധത്തിലുള്ള ബോധവും ഇത് പല വിദ്യാഭ്യാസമുള്ള ആൾക്കാരുണ്ട്. എത്ര ബോധവൽക്കരണം ഉണ്ടായിട്ടും കാര്യമില്ല. കാര്യം സാറേ കാര്യം ഒരു 10 രൂപ കുറഞ്ഞു കിട്ടുന്ന കാര്യങ്ങളിൽ നേരെ ശ്രദ്ധിച്ചാൽ വെറുതെ അങ്ങനെ കിട്ടിയ വെണ്ണീറും ഭാര്യ. അപ്പൊ സാറിനെ വിളിപ്പിച്ചത്
ഇപ്പോ നമ്മൾ അവരെ ഇവിടെ പിടിച്ചെന്ന് പറഞ്ഞില്ലേ, ഉണ്ട്, ഉണ്ട്. അപ്പൊ അവരൊന്നും കൂടെ ക്വസ്റ്റ്യൻ ചെയ്യണം. ഓ അപ്പോ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് അവരുടെ കയ്യിൽ നിന്ന് കിട്ടാൻ സാധ്യതയാണ്. ആയിക്കോട്ടെ, വളരെ നന്നായി. എനിക്കും അത് കുറച്ചും കൂടി സ്റ്റഡി ചെയ്യാനുള്ളൊരു അത് ഇതിപ്പോ എന്റെ ഒരു പുതിയ അറിവാണ് കേട്ടോ ഈ ഫെവിക്കോള്. അത്ഭുതപ്പെടില്ലേ? പിന്നെ നമ്മൾ അല്ലിപ്പത് ഒറിജിനൽ തേന് എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കണക്കാക്കുന്ന ഏക കാര്യം എന്ന് പറഞ്ഞത് അതിന്റെ അത് താഴത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. സാറിന് കണ്ടറിയാം, ഞങ്ങൾ പിടിച്ചു വെച്ച സാധനം ഇവിടെ ഉണ്ട്. സാമ്പിൾ ഇവിടെ ഉണ്ടോ? മതിയെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടാ മതി. അതല്ലേ? പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവരെ കൂടെ വിളിക്കാം. സാറ് വിളിക്കാം. ഓരെ കൊണ്ട് കൊണ്ടുവരേ. ആ തേന്റെ സാമ്പിൾ ഒന്ന് എടുത്തോ. നടക്കണത് മനുഷ്യന്മാർക്ക് പറ്റുന്ന ചതികൾ. ഇവരാണ് ആളുകൾ. ഓ ശരി, സാധനം കണ്ടറിഞ്ഞോളെ ഒറ്റ ഓട്ടത്തിൽ കണ്ട മനസ്സിലാവും. പോക്കാ സാധനം പോക്കാ. സാറെ വേറെ കാര്യണ്ട്, ഇവരെ മാരി തന്നെ ശരിക്കും ഈ ലാടന്മാര് എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടല്ലോ, നല്ല തേൻ വെക്കണം, നല്ല ആൾക്കാരുണ്ട് ഈ സേലം ഭാഗത്തു നിന്നൊക്കെ പറഞ്ഞ നല്ല അസ്ത്ര സാധനം അവരെ. ഇവരുടെ നേതാവിനോട് അവനെ വിളി. വേറെ ആൾക്കാരുണ്ടോ? ഓന്റെ കെട്ടികളെ വിളിച്ചോ. നടക്കണ ഇവര് ഫാമിലിയാണ്. അത് ശരി, അത് ശരി. സാറ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് സമാധാനം പറഞ്ഞോളാം. ഇതാണ് സാറേ നേതാവ്. എന്താ സാറേ? എന്ത് പറ്റി? എന്ത് പറ്റി? ന്യായം മായം. മറിമായത്തിനെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതുവരെ അതായത് 15 വർഷമായി നമ്മുടെ മറിമായം ഇങ്ങനെ സക്സസ്ഫുള്ളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാളത്തെ നമ്മുടെ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി തന്നെ മനോരമ മാക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്.